നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത, ആന്ധ്രാപ്രദേശിലെ കാസിബുഗ ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 9 പേർ മരിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വളരെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് ശ്രീകാകുളത്തുള്ള കാശിബുഗ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കുണ്ടായപ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 9 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ദാരുണമായ സംഭവത്തിൽ ഭക്തർ മരിച്ചത് അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്നാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് വേഗത്തിൽ മികച്ച രീതിയിലും ചികിത്സ നൽകാനും സംഭവസ്ഥലം സന്ദർശിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ആന്ധ്ര മുഖ്യമന്ത്രി വ്യക്തമാക്കി. അവിടെ നിന്നുള്ള വിഷ്വൽസ് ഒക്കെ തന്നെ പുറത്തു വരുമ്പോൾ വളരെ തിക്കിലും തിരക്കിലും പെട്ട് ചില ആളുകൾ അവിടെ കിടക്കുന്നത് കാണാം. അവരുടെ മുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് മുകളിലാണ് പല ആളുകളും നിൽക്കുന്നതും. ഒരു അല്പം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരക്കാണ് ഈ പറഞ്ഞ അപകടം നടന്നിട്ടുള്ള സ്ഥലത്ത് അനുഭവപ്പെടുന്നത്. ഇതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ 9 പേർ മരിച്ചിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ഏകാദശി ആരാധനകൾക്കായി ഭക്തർ തടിച്ചുകൂടിയതാണ് അപകടത്തിന് കാരണമായതെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൃഷിമന്ത്രി കെ അച്ഛനായിഡു ക്ഷേത്രത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചതായി മന്ത്രി അറിയിച്ചു. ശ്രീകാകുളങ്ങര ജില്ലയിലെ കാശിബുഗയിലെ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലുമുണ്ടായ അപകടം ഞെട്ടലുണ്ടാക്കി. ഭക്തരുടെ മരണം അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർക്ക് എത്രയും വേഗത്തിൽ ശരിയായ ചികിത്സ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവസ്ഥലം സന്ദർശിക്കാനും ദുരിതാശ്വാസ നടപടികൾ മേൽനോട്ടം വഹിക്കാനും പ്രാദേശിക ഉദ്യോഗസ്ഥരോടും പൊതുജനപ്രതിനിധികളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് നിരവധി മൃതദേഹങ്ങൾ കിടക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിന്റെ നടുക്കത്തിലാണ് ആന്ധ്രാപ്രദേശ്. ഏതായാലും പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമുക്കറിയാം കരൂരിൽ നടൻ വിജയ് പങ്കെടുത്ത ഒരു രാഷ്ട്രീയ പരിപാടിയിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തം. അന്ന് 41 ആളുകളാണ് അന്ന് അവിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇത്തരത്തിൽ മരണപ്പെട്ടത്. അതും പ്രായമായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും ഗർഭിണികൾ അടക്കം അന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. 41 മരണമാണ് സംഭവിച്ചത്. മാത്രമല്ല 200-ലധികം ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതേ ഒരു അപകടം തന്നെയാണ് മറ്റൊരു സ്ഥലത്ത് ആവർത്തിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട്, അല്ലെങ്കിൽ തിരക്ക് കാണുമ്പോൾ ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കാതെ വീണ്ടും വീണ്ടും അതിനിടയിലേക്ക് പോകുന്നതാണ് ഇത്തരത്തിൽ ശ്വാസം മുട്ടി ആളുകൾ മരിക്കുന്നതിന് ഇടയാക്കുന്നത്. ഏതായാലും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.